ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. CPIയുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തർക്കമുണ്ടായാൽ കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്ന CPMന്റെ ആശങ്ക CPI മുഖവിലക്കെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആശയവിനിമയത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഈ ഘട്ടം ഇനിയും ഉണ്ടാകും, അടുത്ത ഘട്ടം ഉണ്ടാകും. CPIക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതെങ്ങനെ ചർച്ച ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം, അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ കെൽപ്പുള്ള മുന്നണിയാണ് LDF. അതിൽ ഓരോ പാർട്ടിക്കും ആ രാഷ്ട്രീയ പക്വതയുണ്ട്, രാഷ്ട്രീയ വ്യക്തതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം LDF ആയിട്ട് ചർച്ച ചെയ്യും, LDF ആയിട്ട് പരിഹരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷഫീദ്. CPI ഉറച്ചു തന്നെയാണോ, അതോ കുറച്ച് കഴിയുമ്പോൾ അവർ മൂഡ് മാറ്റുമോ? അങ്ങനെ ഒരു മയപ്പെടലിലേക്ക് CPI പോകും എന്ന് നമുക്ക് കരുതാനേ കഴിയില്ല. കാരണം ഇക്കാര്യത്തിൽ CPI ഉറച്ച നിലപാടിലാണ്. അല്പസമയം മുൻപാണ് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചതുപോലെ തന്നെ ഘടകകക്ഷികളുമായി, അതായത് രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച ഘടകകക്ഷികളുമായി AK സെന്ററിൽ ചർച്ച ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവരാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. ആദ്യം ചർച്ച നടന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടായിരുന്നു. അദ്ദേഹം നിലപാട് കടുപ്പിച്ച് തന്നെ ആ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് സ്വാഭാവികമായും കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടു പോകാനുള്ള സാധ്യത, അങ്ങനെ ഒരു ആശങ്ക CPM പ്രകടിപ്പിച്ചു. എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് അപ്പോഴും CPI സംസ്ഥാന സെക്രട്ടറി ആ ചർച്ചയിൽ ആവർത്തിച്ചു. മുന്നണിയുടെ കെട്ടുറപ്പിന് സഹകരിക്കണമെന്നുള്ള കാര്യം കൂടി CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണത്. മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി, അത് രണ്ടാമത്തെ ഘടകകക്ഷി തങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ സീറ്റിൽ തങ്ങൾക്ക് അവകാശവാദമുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വാദം. ഇപ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായും AK സെന്ററിൽ ചർച്ച നടക്കുകയാണ്. മറ്റ് RJD അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ, ഉഭയകക്ഷി ചർച്ചയിൽ വരുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും മൂന്ന് പാർട്ടികളും, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മും CPIയും RJDയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഒരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എങ്ങനെ തിങ്കളാഴ്ച LDF യോഗം ചേരുന്നുണ്ട്, എങ്ങനെ ഈ LDF യോഗത്തിന് മുൻപ് ഈ കാര്യത്തിൽ ഒരു പരിഹാര ഫോർമുല ഉണ്ടാക്കും എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് തലവേദനയായി മാറിയിരിക്കുന്ന ഒരു കാര്യം. SK. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ.